അധ്യായം 42. ഇതാണോ സൗഹൃദം? വന്ധ്യദേവൻ ഒരു കൈകൊണ്ട് കാവൽക്കാരന്റെ കഴുത്തിൽ ചുറ്റി വളച്ച് ഒരു വശത്തേക്ക് തിരിച്ചു. അതേസമയം തന്നെ മറ്റേ കൈകൊണ്ട് അവന്റെ കയ്യിലെ പന്തം തട്ടിത്തെറിപ്പിച്ചു. അവന്റെ കഴുത്തിൽ ശക്തിയായി ഇറുക്കി അവനെ വലിച്ച് താഴേക്കിട്ടു. അവൻ തുരങ്കപാതയുടെ ചുമരിൽ തലയടിച്ചു തറയിൽ വീണു. വന്ധ്യദേവൻ അപ്പോഴും കെടാതെയിരുന്ന പന്തം കയ്യിലെടുത്ത് കാവൽക്കാരനെ നോക്കി. അവൻ ചത്തതുപോലെയാണ് കിടന്നിരുന്നത്. എന്നിരുന്നാലും സുരക്ഷയ്ക്കായി കാവൽക്കാരന്റെ തന്നെ അംഗവസ്ത്രം ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് അവന്റെ രണ്ട് കൈകളും പിറകോട്ടാക്കി മുറുക്കി കെട്ടി. കന്തൽമാറൻ പകുതി തുരങ്കത്തിനകത്തും പകുതി വെളിയിലേക്കുമായി കിടക്കുകയായിരുന്നു. വന്ധ്യദേവൻ പുറത്തു കടന്ന് അവനെ മുഴുവനായി വെളിയിലേക്ക് വലിച്ചു. അവന്റെ വേലും കയ്യിലെടുത്തു. തുരങ്കത്തിന്റെ വാതിൽ താനെ അടഞ്ഞു. വീശിയടിച്ച കാറ്റ് കണ്ട് അവരിപ്പോൾ കോട്ടയ്ക്ക് വെളിയിലായെന്ന് അവന് മനസ്സിലായി. കന്തൽമാറനെ വന്ധ്യദേവൻ എടുത്ത് അവന്റെ തോളിലിട്ട് നടന്നു. വേൽ വലത്തെ കൈയിൽ പിടിച്ചു. രണ്ടടി വെച്ചതും കാലിനടിയിലെ മണ്ണ് ഊർന്നു തുടങ്ങി. ഇതൊരു കുത്തനെയുള്ള ഇറക്കമാണ്. ചുമലിലുള്ള ഭാരം കാരണം അവൻ വഴുതി പോകുന്നതിന്റെ വേഗത നിയന്ത്രിക്കാൻ പറ്റിയില്ല. വേൽ കയ്യിലെടുത്ത കാരണം അത് ബലമായി മണ്ണിലൂന്നി അവൻ ഒരുവിധം നടന്നു. താഴെ വടവാർ വലിയ ചുഴികളോടെ അതിവേഗം ഒഴുകുകയായിരുന്നു. കരണം തെറ്റിയാൽ മരണം തന്നെയായിരുന്നു. കാലുറപ്പിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടുപേരും വെള്ളത്തിൽ ഒലിച്ചു പോകുമായിരുന്നു. പിന്നെ വേലും സഹായമായി. പുഴയ്ക്ക് എത്ര ആഴമുണ്ടെന്ന് അറിയാൻ വന്ധ്യദേവൻ തന്റെ വേൽ വെള്ളത്തിൽ കുത്തിനോക്കി. വേൽ തറ തൊട്ടതേയില്ല. കോട്ടമതിൽ അടുത്തുള്ളതിനാൽ കൃത്രിമമായി ആ ഭാഗം ആഴം കൂട്ടിയതാണെന്ന് അവന് മനസ്സിലായി. കന്തൽമാറനെയും ചുമന്നുകൊണ്ട് വേൽ നിലത്ത് കുത്തിക്കൊണ്ട് വെള്ളത്തിൽ വീഴാതെ സൂക്ഷിച്ച് കാലുറപ്പിച്ചു വെച്ച് അവൻ നടന്നു. കുറച്ചു നടന്നപ്പോൾ നദി കോട്ടയിൽ നിന്നും അകന്നു ഒഴുകി തുടങ്ങിയത് കണ്ടു. കരയിൽ കാടും വളർന്നിട്ടുണ്ടായിരുന്നു. ജലപ്രവാഹത്തിൽ വേരറ്റുപോയ ഒരു വലിയ മരം ആറിനു കുറുകെ കിടന്നിരുന്നു. വരുന്നത് വരട്ടെ എന്ന് കരുതി അവൻ വീണു കിടക്കുന്ന മരത്തിന് മുകളിൽ കൂടി നടക്കാൻ തീരുമാനിച്ചു. ഒഴുക്കിൽ മരം ഇളകുന്നതുകൊണ്ടും വീശിയടിച്ച കാറ്റും മൂലവും അവന് പ്രയാസപ്പെട്ടാണ് അവൻ മരത്തിന്റെ മുകളിൽ കൂടി നടന്നത്. മരത്തിന്റെ മറ്റേ അറ്റത്ത് എത്തിയതും വേൽ കുത്തി നദിയുടെ ആഴം നോക്കി. ദൈവം സഹായിച്ച് ആഴം കുറവായിരുന്നു. പ്രയാസപ്പെട്ട് നദിയിലിറങ്ങി തോളിലെ ഭാരവും ചുമന്ന് നദിയുടെ ഒഴുക്കും വീശിയടിക്കുന്ന കാറ്റിന്റെ തണുപ്പും സഹിച്ച് നടക്കുമ്പോൾ തോളിൽ കിടന്ന കന്തൽമാറൻ എന്തോ മെല്ലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം അക്കരെ എത്തി. ഒരു മരത്തിന് താഴെ കന്തൽമാറനെ കിടത്തി. കാവലാളിന്റെ കത്തി അപ്പോഴും അവന്റെ പുറത്ത് ആഴ്ന്നു കിടക്കുന്നുണ്ട്. അത് ഊരാൻ വന്ധ്യദേവന് ഭയം തോന്നി. അവൻ അതിനു പറ്റിയ സ്ഥലത്ത് കൊണ്ടുപോയ ശേഷം കത്തി ഊരിയാൽ മതി എന്നവൻ തീരുമാനിച്ചു. വടവാറിന്റെ ഇതേ കരയിലാണ് അമുതന്റെ വീട്. ആ ദൈവാംശമുള്ള കുട്ടി തന്നെ സഹായിക്കാതിരിക്കില്ല. കന്തൽമാറനെ വീണ്ടും ചുമലിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ കണ്ണു തുറന്ന വന്ധ്യദേവനെ നോക്കി. സുഹൃത്തെ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? വന്ധ്യദേവൻ ചോദിച്ചു. മനസ്സിലായി. നീ വല്ലവരയനല്ലേ. നിന്നെ എങ്ങനെ മറക്കാൻ സാധിക്കും? സുഹൃത്തിനെ പിന്നിൽ നിന്നും കുത്തിയവനല്ലേ നീ? ചാട്ടയടി കൊണ്ട പോലെ വന്ധ്യദേവൻ പുളഞ്ഞു. വന്ധ്യദേവ, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തഞ്ചാവൂർ കോട്ട ദളപതിയിൽ നിന്നും അറിഞ്ഞു. നിനക്ക് വേണ്ടി അദ്ദേഹത്തിനോട് ഞാൻ ഒരുപാട് വാദിച്ചു. നിന്നെ പറഞ്ഞു മനസ്സിലാക്കി ദളപതിയുടെ സൈന്യത്തിൽ ചേർക്കാം എന്നുവരെ ഞാൻ ഉറപ്പു കൊടുത്തു. നിന്നെ എവിടെയെങ്കിലും കാണാൻ പറ്റും എന്ന് ഞാൻ കരുതിയാണ് അവിടെ തങ്ങാതെ പാതിരാത്രിക്ക് തന്നെ തിരിച്ചു പോന്നത്. പരസ്പരം സഹായിക്കുമെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തവരല്ലേ നമ്മൾ. എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ. ഇനി ഈ ലോകത്ത് ആരെയാണ് വിശ്വസിക്കുക? ഇത്രയും നിർത്താതെ പറഞ്ഞ് അവൻ വീണ്ടും ബോധരഹിതനായി. തിരിച്ചൊരു വാക്ക് പറയാൻ പോലും വന്ധ്യദേവന് അവസരം ലഭിച്ചില്ല. കണ്ണുകൾ നിറഞ്ഞ വന്ധ്യദേവൻ വീണ്ടും സുഹൃത്തിനെ ചുമലിലേറ്റി നടന്നു. പൂക്കളുടെ സൗരഭ്യം വരുന്നതനുസരിച്ച് അവൻ ഏതാണ്ട് അമുതന്റെ നന്ദവനം വരെ എത്തി എന്നറിഞ്ഞു. പക്ഷെ താൻ കണ്ട പൂന്തോട്ടമേ അല്ല ഇപ്പോൾ. ചെറിയ പഴുവേറ്റരയരുടെ ആൾക്കാർ തന്നെ തേടി വന്ന ലക്ഷണമാണ്. അവിടെയെല്ലാം നാശമാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. താൻ കാരണം ആ പാവം അമ്മയ്ക്കും മകനും ഉണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റി ആലോചിച്ച് അവൻ സ്വയം പഴിച്ചു. തന്നെ തേടി വന്നവർ അടുത്തെവിടെയോ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവന്റെ ബുദ്ധി പ്രവർത്തിച്ചു. കന്തൽമാറനെ ആ വീട്ടിൽ ഏൽപ്പിച്ച് ഉടൻ തന്നെ കടന്നു കളയണം. നല്ലവരായ ആ വീട്ടുകാർ അവന് വേണ്ടത് ചെയ്തോളും. ചുമലിൽ നിന്നും മാറനെ വീടിന്റെ തിണ്ണയിൽ കിടത്തി. തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന അമുദനെ മെല്ലെ തട്ടി എഴുന്നേൽപ്പിച്ചു. ചാടി എഴുന്നേറ്റ അമുദന്റെ വായ അവൻ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അനിയ, നീയല്ലാതെ എനിക്കിപ്പോൾ ആരും സഹായത്തിനില്ല. ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഇത് എൻ്റെ സ്നേഹിതനും കടമ്പൂർ ശംഭുവരയരുടെ മകനുമായ കന്തൽമാറനാണ്. അവനെ ആരോ പിറകിൽ നിന്നും കുത്തി. ഞാൻ ഇവനെ ഇവിടെ ഏൽപ്പിക്കുന്നു. ബുദ്ധിമാനായ അമുദൻ ഉടനെ പറഞ്ഞു,
സഹോദര, ഒന്നും പറയണ്ട. നിങ്ങളെ കാണാതെ ദേഷ്യം പിടിച്ച് അവർ ഇവിടെയെല്ലാം നശിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ കുതിരയെ അവർ കണ്ടില്ല. അതിനാൽ അതിനെ കൊണ്ടുപോയില്ല. വേഗം അതിൽ കയറി രക്ഷപ്പെട്ടോളൂ. അമുതൻ തന്റെ അമ്മയെ വിളിച്ചു. ഒറ്റ നോട്ടത്തിൽ അവർക്ക് കാര്യമെല്ലാം മനസ്സിലായി. കുറെ പച്ചിലയും പഴന്തുണിയും എടുത്തുകൊണ്ടുവന്ന് അവർ കന്തൽമാറനെ അമർത്തിപ്പിടിച്ചു. വന്ധ്യദേവൻ ബലം പ്രയോഗിച്ച് കന്തൽമാറന്റെ ശരീരത്തിൽ നിന്നും ആ കത്തി വലിച്ചൂരി. ചോര ചീറ്റിയ മുറിവ് അമുതൻ അമർത്തിപ്പിടിച്ചു. അവന്റെ മാതാവ് മുറിവിൽ പച്ചില ചതച്ചു വെച്ച് തുണികൊണ്ട് കെട്ടി. കന്തൽമാറൻ വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കി. ദൂരത്ത് ആളുകൾ വരുന്ന ശബ്ദം കേട്ടു. വേഗം പോ, അമുതൻ പറഞ്ഞു. ചോരക്കറ പുരണ്ട കത്തി കയ്യിലെടുത്ത് വന്ധ്യദേവൻ എഴുന്നേറ്റു. അനിയ, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? എനിക്ക് അടിയന്തിരമായി പഴയാറ പോകണം. ചെറിയ തമ്പുരാട്ടിയെ കാണാനാണ്. എനിക്ക് ഈ ഭാഗത്ത് വഴിയൊന്നും അറിയില്ല. ചോദിച്ചു പോകാനുള്ള സാവകാശവുമില്ല. നീ എൻ്റെ കൂടെ വന്ന് കുറച്ചു ദൂരം വഴി കാണിച്ചു തരുമോ? അമുതൻ ആംഗ്യഭാഷയിൽ അവൻ്റെ അമ്മയോട് സംസാരിച്ചു. അവർ ഒട്ടും മടികൂടാതെ അവന് അനുവാദം കൊടുത്തു. ആദ്യം വന്ധ്യദേവനും അതിനു പിറകിൽ അമുതനും കുതിരപ്പുറത്ത് കയറി. കുറച്ചു ദൂരം സാവധാനം പോയി. പിന്നെ വന്ധ്യദേവൻ കുതിരയെ തട്ടിവിട്ടു. അത് പാഞ്ഞു തുടങ്ങി. ഉടൻ തന്നെ കുറെ ആൾക്കാർ വീടിന്റെ വാതിൽ ആഞ്ഞു തട്ടി. വാതിൽ തുറന്ന അമ്മയോട് ആരുടെയോ ശബ്ദം കേട്ടല്ലോ എന്നൊരുവൻ ഉറക്കെ ചോദിച്ചു. പാവം അമുതന്റെ അമ്മ എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ടാക്കി. അവളെ തള്ളി നീക്കി താഴെയിട്ട് അവർ ചവിട്ടിക്കൊണ്ടു തന്നെ അവർ വീടിനകത്തേക്ക് ഇരച്ചു കയറി. ആൾ ഇതിനകത്തുണ്ട്, ഓടിപ്പോകാതെ പിടിച്ചു കെട്ടു, വേറൊരാൾ കൂകി വിളിച്ചു. താഴെ നിന്നും എണീറ്റ് അമ്മ കൈവിളക്ക് പൊക്കി കാണിച്ചു. ഇത് വേറെ ഒരുത്തനാണല്ലോ, ഇവന്റെ ദേഹത്തൊക്കെ രക്തമാണല്ലോ. ആർക്കെങ്കിലും അടയാളം അറിയാമോ? അതിവനല്ല, അതവനല്ല, 2-3 പേർ പറഞ്ഞു. എന്തായാലും കിട്ടിയവനെ കൊണ്ടുപോവാം. തള്ളേ, നിന്റെ മകൻ എവിടെ? പാവം അമ്മ ബബ്ബ ബബ്ബ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കന്തൽമാറനെ കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ചു. ശനിയനെ, മിണ്ടാതിരിക്കും, ഒരുവൻ അവരുടെ വഴക്കു പറഞ്ഞു. എടാ, ദൂരെ കുതിര പോകുന്ന ശബ്ദം കേൾക്കാനുണ്ട്, ഒരാൾ പറഞ്ഞു. കന്തൽമാറനെ താഴെയിട്ട് എല്ലാവരും പുറത്തേക്ക് ഓടി. അമുതന്റെ അമ്മയുടെ ബ ബ എന്ന ദയനീയ നിലവിളി മാത്രം അവിടെ മുഴങ്ങിക്കേട്ടു.